ഫിജി തോമസ് ലൈഫിൽ ഇവിടെ തുടങ്ങുകയാണ്. ഇതൊരു പ്രത്യേക അഭിമുഖം. നമസ്കാരം. ഐഫിൻ മെഗാ ടോക്ക് വിത്ത് ഫിജി തോമസ് പുതിയൊരു എഡിഷനിലേക്ക് സ്വാഗതം. വീണ്ടും പ്രേക്ഷകർക്ക് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലുള്ള CFCI ആസ്ഥാനത്താണ്. അതായത് ദ സെൻട്രൽ ഫിനാൻഷ്യൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേറ്റീവ് ഇന്ത്യ ലിമിറ്റഡ്. അവിടുത്തെ മേധാവിയെ കാണാനാണ് എത്തിയത്. അദ്ദേഹത്തിൻ്റെ വിസിറ്റിംഗ് കാർഡ്, ബിസിനസ് കാർഡ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ടതുണ്ട് കാര്യമായി. കാരണം ഈ മേഖലയിൽ ഫിനാൻസ് അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ബാങ്കിങ് മേഖലകളിൽ ഒക്കെ വളരെയധികം പരിചയസമ്പത്തുള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ പേര് മിസ്റ്റർ AG വർഗീസ്. ഇവിടെ ഹെഡ് പ്ലാനിംഗ് ആൻഡ് സ്ട്രാറ്റജി, അതാണ് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം വളരെ പരിചയസമ്പത്തുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമുക്ക് വിശദമായി ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. തുടക്കത്തിൽ തന്നെ നമുക്ക് നോക്കാം അദ്ദേഹത്തെക്കുറിച്ച്. കഴിഞ്ഞ 50 വർഷമായി അദ്ദേഹത്തിന് പ്രവൃത്തി പരിചയമുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. ഏതൊക്കെ മേഖലകളിൽ? കൊമേഴ്സ്യൽ ബാങ്കിങ്, NBFC, കോഓപ്പറേറ്റീവ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എക്സ്പോഷറുള്ള മറ്റ് ഏരിയകളാണ് കൊമേഴ്സ്യൽ സ്മോൾ ഫിനാൻസ് ബാങ്കിങ്, മൈക്രോ ഫിനാൻസ്, ഗോൾഡ് ലോൺ ആൻഡ് അതർ ക്രെഡിറ്റ് ഫിനാൻസിങ് മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ പരിചയസമ്പത്ത് നിറഞ്ഞു നിൽക്കുന്നു. മറ്റ് പ്രധാന ഏതൊക്കെ രംഗങ്ങൾ അദ്ദേഹം ഹെഡ് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കാം. അതായത് ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ്, കോഓപ്പറേറ്റീവ് ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻ്റഗ്രേറ്റഡ് റിസ്ക് മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻ്റർനാഷണൽ ബാങ്കിങ് ഡിപ്പാർട്ട്മെൻറ്റ്, ഓർഗനൈസേഷൻ മെത്തേഡ്സ് ആൻഡ് കംപ്ലയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. എനിക്ക് ഫോണിൻ്റെ സഹായം വേണം, കാരണം ഇത്രയും അധികം ഹൈ പ്രൊഫൈലായിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് വിശദീകരിക്കണമെങ്കിൽ നമുക്കിതിൽ വെറുതെ പറഞ്ഞു പോകാൻ ആവില്ല. ഓക്കെ, മറ്റ് അദ്ദേഹത്തിൻ്റെ പ്രാമുഖ്യം നിറഞ്ഞു നിന്ന മേഖലകൾ ഇതൊക്കെയാണ്. HRD, അതുപോലെ ഓഡിറ്റ്, കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ്. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഏരിയകൾ. കഴിഞ്ഞ 50 വർഷമായി അദ്ദേഹം മേധാവിത്വം വഹിച്ച മേഖലകളാണ് ഇതൊക്കെ. അദ്ദേഹം സ്വന്തം പ്രവൃത്തി കൊണ്ട് ഈ മേഖലകളിൽ വിജയം കൈവരിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് വിശദമായി പരിചയപ്പെടാം. കഴിഞ്ഞ 50 വർഷത്തെ എക്സ്പീരിയൻസ്, എന്തൊക്കെ മേഖലകളിലാണ് വൈദഗ്ധ്യമുള്ളതെന്ന് വിശദമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിലുള്ള പൊസിഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി കൂടുതൽ കാര്യങ്ങൾ ഈ മേഖലയെക്കുറിച്ച് ഓരോന്നും വിശദമായി സംസാരിക്കേണ്ടതുണ്ട്. താങ്ക് യു ഫിജി. ഒന്നാമതായിട്ട് ഫിജി ഇങ്ങനൊരു സംരംഭത്തിൽ ഒരുമ്പെട്ടതിന് തന്നെ നന്ദിയുണ്ട്. ഞങ്ങളെപ്പറ്റി കുറച്ച് വിശദമായി പഠിക്കുന്നതിനും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അപഗ്രഥിക്കുന്നതിനും മനസ്സ് കാണിച്ചതിൽ ഞങ്ങൾക്ക് പ്രത്യേകം നന്ദിയുണ്ട്. എന്തായാലും ഈ മനോഹരമായ ഓഫീസിൻ്റെ മറ്റ് ഭാഗങ്ങളിലൂടെയൊക്കെ നടന്ന് നമുക്ക് കാര്യങ്ങൾ കൂടുതൽ പ്രേക്ഷകരോട് പങ്കുവെക്കാം. സാർ, നമുക്ക് സംസാരിച്ചു തുടങ്ങാം. ഈ ബാങ്കിങ് മേഖല വളരെ വിശാലമായാണ് ഉള്ളത്. ഒരുപാട് സ്ഥാപനങ്ങൾ അല്ലേ, പണ ഇടപാടുകൾ നടത്തുന്ന ഒരു സ്ഥാപനങ്ങളുണ്ട്. പ്രത്യേകിച്ച് എല്ലാവർക്കും പൊതുവേ പരിചയമുള്ളത് കൊമേഴ്സ്യൽ ബാങ്കുകളാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തുടങ്ങാൻ തോന്നും. നിക്ഷേപം സ്വീകരിക്കുന്നു, വായ്പ നൽകുന്നു, അങ്ങനെയുള്ള ഇടപാടുകൾ. എന്താണ് ഈ വാണിജ്യ ബാങ്കുകളുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സാർ? ഇന്ത്യയിലെ ഫിനാൻഷ്യൽ സെക്ടർ പല വിധത്തിലുള്ള രീതിയിൽ ബൈഫർക്കേറ്റ് ചെയ്തിട്ടുണ്ട്. മെയിൻലി കൊമേഴ്സ്യൽ ബാങ്ക്സ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ബാങ്കിങ് സ്ഥാപനങ്ങളും നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികളും, എന്നാൽ അതേപോലെ തന്നെ കടപിടിക്കത്തക്കവണ്ണം മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് നമുക്കുള്ളത്. കൊമേഴ്സ്യൽ ബാങ്കുകൾ തന്നെ നാഷണലൈസ്ഡ് ബാങ്ക്സ് എന്ന് ജനറലി അറിയപ്പെടുന്ന പബ്ലിക് സെക്ടർ ബാങ്ക്സ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ദെൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് എന്ന് 3 തരത്തിലുള്ള ബാങ്കുകളുണ്ട്. ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 1955 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം രൂപീകരിക്കപ്പെട്ടതാണ്. എന്നാൽ പബ്ലിക് സെക്ടർ ബാങ്ക് അഥവാ നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറയുന്നത് 1969 1970 ബാങ്കിങ് കമ്പനീസ് ട്രാൻസ്ഫർ ആൻഡ് അക്വിസിഷൻസ് അണ്ടർടേക്കിംഗ്സ് ആക്ട് എന്ന് പറയുന്ന 2 ആക്ട് പ്രകാരം
നാഷണലൈസ് ചെയ്ത ബാങ്കുകളാണ് നമ്മൾ ഈ പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത്, ദേശസാൽകൃത ബാങ്കുകൾ എന്ന് പറയുന്നത്. അപ്പം ഇത് രണ്ടും വ്യത്യസ്തങ്ങളാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് വേറെയാണ്. എന്നാൽ പ്രൈവറ്റ് സെക്ടർ കൊമേഴ്സ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത് കമ്പനീസ് ആക്ടിൽ രജിസ്റ്റർ ചെയ്യും, ബാങ്കിംഗ് റെഗുലേഷൻ ആക്ടിന്റെ കീഴിൽ സെക്കൻഡ് ഷെഡ്യൂളിൽ വരുത്തിയതുമായിട്ടുള്ള ബാങ്കുകളെയാണ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് അഥവാ ഷെഡ്യൂൾ കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. അവിടെ തന്നെ ഇപ്പോൾ വേറെ കാറ്റഗറീസ് ഉണ്ട്. ഒന്ന് സാധാരണ ഷെഡ്യൂൾ കൊമേഴ്സ്യൽ ബാങ്ക്സ്, സ്മോൾ ഫൈനാൻസ് ബാങ്ക്സ്, ദെൻ പേയ്മെന്റ് ബാങ്ക്സ്. ഇങ്ങനെ 3 കാറ്റഗറി പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിലും ഉണ്ട്. എന്നാൽ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി എന്ന് പറയുന്നത് ബാങ്കിങ്ങിൽ നിന്ന് വളരെ വ്യത്യാസമാണ്. അവർക്ക് ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ പറ്റുകയില്ല, സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് കൊടുക്കാൻ പറ്റുകയില്ല, ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് സ്വീകരിക്കാൻ പറ്റുകയില്ല. ഇതൊക്കെ ഉള്ളതാണ് അവിടെ റെസ്ട്രിക്ഷൻസ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മീഡിയം ടു ലോങ് ടൈം ഫിനാൻസുകളാണ് ഈ സാധാരണ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികൾക്ക്. എന്നാൽ കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ലോണും, ഷോർട്ട് ടൈം വർക്കിംഗ് ക്യാപിറ്റല്, ലോങ് ടൈം വർക്കിംഗ് ക്യാപിറ്റല്, പ്രോജക്ട് ഫൈനാൻസിങ്, ഫണ്ടിങ്, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് വിശാലമായ. പക്ഷേ ഈ ഒരു റെഗുലേഷൻ NBFC സംബന്ധിച്ച് വളരെ വ്യക്തമായ ചില റെഗുലേഷൻസ് ഉണ്ട്, എല്ലാ ബാങ്കുകളെ അപേക്ഷിച്ച് വളരെ വ്യക്തമായിട്ടുണ്ട്. എന്നാൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളത് കൊമേഴ്സ്യൽ ബാങ്കിനാണ്. ഞാൻ ഏതാണ്ട് 2 വർഷത്തോളം ഒരു ഷെഡ്യൂൾ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറേയൊക്കെ കാര്യങ്ങൾ അതിനെപ്പറ്റി കുറച്ചുകൂടെ ആധികാരികമായിട്ട് പറയാനായിട്ട് സാധിക്കും. തന്നെയുമല്ല, ഒരു ബാങ്കിന്റെ ഫോർമേഷനിൽ വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ള ഒരു ചാരിതാർത്ഥതയുണ്ട്. അങ്ങനെയുള്ളത് വളരെ റെയർ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആണ്. അപ്പം ഇനിയും ചെറിയൊരു സ്ഥാപനത്തിൽ നിന്ന് ഒരു ബാങ്കായി മാറുന്ന ഒരു ഫോർമേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പക്ഷേ സർക്കാരുമായും RBIയുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളും അല്ലേ, ധാരാളം കോംപ്ലക്സ് ആയിട്ടുള്ള പല പ്രോസസ്സിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ ഒരു യഥാർത്ഥത്തിൽ ഒരു നല്ല ബാങ്ക് സെറ്റപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതൊരു ഇറ്റ്സ് എ ലോങ് ടൈം പ്രോസസ്. അടുത്തത് എന്ന് പറയുന്നത് ഒരു സഹകരണ മേഖലയാണ്. സഹകരണ മേഖലയിലെ യഥാർത്ഥത്തിൽ പറഞ്ഞ അതിന്റെ പൊട്ടൻഷ്യലെ കുറിച്ച് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് ഞാൻ പൂർണ്ണമായും ചിന്തിക്കുന്നത്. 7 സഹകരണ തത്വത്തെ അടിസ്ഥാനപ്പെട്ടതാണ് സഹകരണ മേഖലകൾ മുഴുവൻ. സഹകരണ മേഖല തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് സ്റ്റേറ്റ് കൺട്രോൾഡും മറ്റേത് സെൻട്രൽ ഗവൺമെന്റ് കൺട്രോൾഡുമായിട്ടുള്ള 2 മേഖലകളുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഉള്ള സഹകരണ മേഖലകൾ അത് സ്റ്റേറ്റിന്റെ വിതിൻ ജിയോഗ്രഫിയിൽ ഓപ്പറേറ്റ് ചെയ്യുക. എന്നാൽ സെൻട്രൽ രജിസ്ട്രാറിന്റെ കീഴിൽ വരുന്ന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഒന്നിലധികം സ്റ്റേറ്റുകളിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ബാങ്കുകൾക്ക് ജിയോഗ്രഫിക്കൽ റെസ്ട്രിക്ഷൻ ഇല്ല, NBFCകൾക്ക് ജിയോഗ്രഫിക്കൽ റെസ്ട്രിക്ഷൻസ് ഇല്ല. അവർക്ക് റിസർവ് ബാങ്കിന്റെ അറിയിച്ചുകൊണ്ട് മറ്റുള്ള ഇന്ത്യയുടെ ഏത് ജിയോഗ്രഫിയിലും വർക്ക് ചെയ്യാൻ. എന്നാൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പറയുന്നതായിട്ടുള്ള ജിയോഗ്രഫിയിൽ മാത്രമേ വർക്ക് ചെയ്യാനുള്ള അവകാശമുള്ളൂ. അതായത് മൾട്ടി സ്റ്റേറ്റ് ആണെങ്കിൽ എത്ര സംസ്ഥാനങ്ങളിൽ വർക്ക് ചെയ്യാൻ പറ്റും? അത് പിന്നെ സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് ഡിസൈഡ് ചെയ്യുക. അവര് ഓതറൈസ് ചെയ്യുന്ന സ്റ്റേറ്റുകൾ. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചോളം CFCI സംബന്ധിച്ചിടത്തോളം 2 സ്റ്റേറ്റിൽ വർക്ക് ചെയ്യാൻ ഇപ്പൊ അധികാരമുണ്ട്, അവകാശമുണ്ട്, കേരളവും കർണാടകവും. അപ്പൊ ഞങ്ങൾക്ക് 2 ബ്രാഞ്ച് കർണാടകത്തിലും 6 ബ്രാഞ്ച് കേരളത്തിലുമാണ് ഞങ്ങൾക്കുള്ളത്. അതാണ് ഞങ്ങൾക്കുള്ള തന്നിരിക്കുന്ന ഒരു ഏരിയ പെർമിഷൻ. രണ്ട് സ്റ്റേറ്റുകളുടെ. എന്നാൽ ചിലർക്കുണ്ട് 14 സ്റ്റേറ്റുകളിൽ വരെ വർക്ക് ചെയ്യാവുന്ന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്. ഇനി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ തന്നെ പല വിധത്തിലുള്ളതുണ്ട്. അഗ്രികൾച്ചർ ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, ഹെൽത്ത് കെയർ ഉണ്ട്. എന്നാൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ എന്ന് പറയുന്നത് ഏതാണ്ട് ബാങ്കിങ്ങിനോട് ചേർന്ന് വരുന്ന ട്രാൻസാക്ഷൻ നടത്തുന്നതാണ്. വായ്പ നൽകുന്ന ഇടപാടുകൾ, ഡെപ്പോസിറ്റ് എടുക്കുകയും വായ്പ കൊടുക്കുകയും ചെയ്യും. അത് മറ്റുള്ള സൊസൈറ്റികൾക്ക് അത് പെർമിഷൻ ഇല്ല. ഞങ്ങളുടെ സൊസൈറ്റി CFCI എന്ന് പറയുന്നത് അങ്ങനെ തരത്തിലുള്ള ഒരു ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ബാങ്കിങ്ങിനോട് വളരെ സാമീപ്യമുള്ള ഒരു പ്രവർത്തന മേഖലയാണ് ഈ ക്രെഡിറ്റ് സൊസൈറ്റി. ഞങ്ങൾക്ക് ഡിമാൻഡ് ഡെപ്പോസിറ്റ് എടുക്കാനോ, സേവിങ്സ് ബാങ്ക് എടുക്കാനോ, ഫിക്സഡ് ഡെപ്പോസിറ്റ് എടുക്കാനോ, റെക്കറിംഗ് ഡെപ്പോസിറ്റ് എടുക്കാനോ അങ്ങനെയുള്ള എല്ലാ അനുവാദങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ലോൺ, പല വിധത്തിലുള്ള ലോൺ കൊടുക്കാനായിട്ട്, ചെറിയ വായ്പകൾ കൊടുക്കാൻ, ഗോൾഡ് ലോൺ കൊടുക്കാൻ, ഹൗസിംഗ് ലോൺ കൊടുക്കാൻ, അങ്ങനെ പിന്നെ മോർഗേജ് ലോൺ കൊടുക്കാൻ, അങ്ങനെയുള്ള എല്ലാ വായ്പകളും കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് അത് സാധിക്കും. അതിന്റെ മെമ്പേഴ്സിന്റെ പരിധിക്കുള്ളിൽ നിന്നാണ് അത് നമ്മൾ തന്നെ തീരുമാനിക്കുന്നതായിട്ടുള്ള ചില നിബന്ധനകൾക്ക് വിധേയമായി കൊടുക്കാൻ പറ്റുള്ളൂ. CFCI ഇതേപോലെയുള്ള ഒരു മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അത് 2010 തുടങ്ങി എന്ന് ഞാൻ ആദ്യം ആമുഖമായി പറഞ്ഞെങ്കിലും
വളരെ ചെറിയൊരു ബാലൻസ് ഷീറ്റ് സൈസിലായിരുന്നു അത് 2019 വരെ. 2019 മിസ്റ്റർ ജോബി ജോർജ് എന്ന് പറയുന്ന ദീർഘവീക്ഷണമുള്ള ഒരു ചെയർമാന്റെ നേതൃത്വത്തിലുള്ള ഒരു ബോർഡ് അതിൽ വരികയും അതിൻ്റെ ജനറൽ ഇലക്ഷൻ 2020 നടത്തിയിട്ട് ആ ബോർഡ് ഫുൾ ഫ്ലെഷ്ഡ് ആയിട്ട് എടുക്കുകയും അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം കൊണ്ട്, മിസ്റ്റർ ജോബി ജോർജിൻ്റെ ദീർഘവീക്ഷണം കൊണ്ട് ഒരു നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളിനെ തന്നെ ഇതിൻ്റെ അകത്ത് മാനേജിംഗ് ഡയറക്ടറായിട്ട് വെക്കണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ടും ഇതിൻ്റെ ഭാവിയെക്കുറിച്ച് വളരെയധികം ബോധ്യത്തോടുകൂടി അദ്ദേഹത്തിന് ഒരു ചിന്ത ഉണ്ടായിരുന്നതുകൊണ്ടും ഞാനുമായിട്ട് സംസാരിക്കാൻ ഇടയായി. അങ്ങനെ വളരെ പെട്ടെന്ന് എന്നെ മാനേജിംഗ് ഡയറക്ടറും CEO ആയിട്ട് അപ്പോയിന്റ് ചെയ്യുകയും 4 വർഷം കൊണ്ട് ഏതാണ്ട് ഒരു 1500-2000 കോടിയിലിടയിലേക്ക് ഇതിന്റെ ബിസിനസ് വെറും 18 കോടിയിൽ നിന്ന് 2019 നിന്ന് ഒരു 4 വർഷം കൊണ്ട് ഒരു 1500 കോടി എന്നുള്ള നിലയിൽ അതിന്റെ ബാലൻസ് ഷീറ്റ് വളർത്തിയെടുക്കാൻ. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ തുടക്കത്തിൽ പ്രേക്ഷകരോട് പറഞ്ഞതുപോലെ സാറിന്റെ ഒരു വിവിധ മേഖലയിലുള്ള പ്രാവീണ്യം, ആ ഒരു കെട്ടുറപ്പുള്ള പല സംവിധാനങ്ങളിലും വർക്ക് ചെയ്തതിന്റെ ഒരു കോൺഫിഡൻസ്, ഇതൊക്കെയാണ് അതിനെ സഹായിച്ചിട്ടുണ്ടാവുക. ഡെഫിനറ്റ്ലി. പിന്നെ ജോബി ജോർജ് സാറിന്റെ ഒരു പ്രത്യേക ഡയറക്ഷനും അദ്ദേഹത്തിന്റെ താല്പര്യവും ദീർഘവീക്ഷണവും ഇതിന്റെ പുറകിൽ വളരെയധികം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ടെന്നതിന് യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തോട് ചേർന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വളരെ പ്രബുദ്ധരായിട്ടുള്ള അംഗങ്ങൾ അടങ്ങുന്ന ഒരു ഡയറക്ടർ ബോർഡ് ഉണ്ടായിരുന്നു. അവരും അതേപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളിലും മേൽനോട്ടം വഹിക്കുകയും എന്നാൽ ഡേ ടു ഡേ അഫയേഴ്സിലൊന്നും ഇടപെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ സെറ്റപ്പിലേക്ക് കൊണ്ടുവന്നു. തന്നെയുമല്ല, ബോർഡ് ഞങ്ങളുടെ നിർദ്ദേശമനുസരിച്ച് ഒരു കോർ ബാങ്കിങ് സൊല്യൂഷൻ 2019 അവസാനം തുടങ്ങി 2020 ആയപ്പോഴേക്ക് ഒരു കോർ ബാങ്കിങ് സൊല്യൂഷൻ വേറെ ബാങ്കുകളിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു കോർ ബാങ്കിങ് സൊല്യൂഷൻ ഞങ്ങളുടെ സൊസൈറ്റിയിൽ ഇംപ്ലിമെന്റ് ചെയ്തു. ഈ കോർ ബാങ്കിങ് സൊല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് എവിടെ ഇരുന്ന് വേണമെങ്കിലും ആർക്കും ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, എന്നാൽ സെൻട്രലൈസ്ഡ് കംപ്ലീറ്റ് കൺട്രോൾ വരും. ഇപ്പൊ ബാങ്കുകളെല്ലാം ഉള്ളത് കോർ ബാങ്കിങ് സൊല്യൂഷനാണ്. ഇപ്പം ഫിനക്കിൾ ആയാലും ഐഫ്ലെക്സ് ആയാലും എന്ന് പറഞ്ഞതുപോലെ ഒരു വലിയ ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു കോർ ബാങ്കിങ് സൊല്യൂഷനാണ് ഞങ്ങൾ CFCICI ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. നമുക്ക് ഇന്ന് സാറിന്റെ ഇപ്പോൾ ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ഓപ്പറേഷൻസ് എങ്ങനെയാണ് എന്ന് വിശദമായി അറിഞ്ഞാൽ. താങ്ക് യു ഫിജി. അതാണ് ഞാൻ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് വളരെ യുണീക്ക്നെസ് ഉള്ള ഒരു സൊസൈറ്റിയാണ്, ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഒരു കോർ ബാങ്കിങ് സൊല്യൂഷൻ അന്ന് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇത്രയും പണം ചെലവിലോടുകൂടി ചെയ്യുവാനായിട്ട് പലർക്കും ധൈര്യം വരികയില്ല. അത് മിസ്റ്റർ ജോബി ജോർജ് അതിന് പെർമിഷൻ തന്നു. അദ്ദേഹത്തിന് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. അതിൻ്റെ പുറത്തു നിന്ന് എക്സ്പാൻഷനുള്ള ലിമിറ്റ് ഇല്ലാതെ മാറി. ബാക്കിയുള്ള എല്ലാ സൊല്യൂഷനുകളും ഇൻഹൗസ് ആയാലും ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പം അന്ന് 1500 മുതൽ 1600 വരെ ഉണ്ടായിരുന്ന അംഗസംഖ്യ ഇന്നത്തെ ലെവലിൽ 5 ലക്ഷം മെമ്പേഴ്സിന്റെ അടുത്ത് വരെ എത്തിയിരിക്കുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് CFCICI. അതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ വളരെ പെട്ടെന്ന് സ്കെയിലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ബിസിനസ് വോളിയം എന്ന് പറയുന്നത് കഴിഞ്ഞ മാർച്ചിൽ 3800 കോടി കവിഞ്ഞു. വളരെയധികം 5 ലക്ഷം കസ്റ്റമേഴ്സ്, 3800 കോടി. അടുത്ത വർഷം 4500 കോടിയുടെ അടുത്തോളം ബിസിനസ് എക്സ്പാൻഡ് ചെയ്യത്തക്കോണമുള്ള ഒരു സൊല്യൂഷനായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. എന്തായാലും ഈ മെമ്പേഴ്സ് ഇത്രയധികം പേര് നമ്മുടെ സ്ഥാപനത്തിലേക്ക് ആകർഷിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ഒരു ക്രെഡിബിലിറ്റി, അത് പ്രധാന ഒരു വിഷയം തന്നെയായിരുന്നല്ലോ. അത് വളരെ പ്രസക്തിയുള്ള കാര്യമായി തന്നെ എനിക്ക് തോന്നുന്നു. പക്ഷേ ഫിജി, അതിന് പല കാരണങ്ങൾ കൊണ്ട് കുറച്ച് വിശദമായിട്ട് തന്നെ ഞാൻ സംസാരിക്കാം. ഞങ്ങൾ ആദ്യമേ തന്നെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. 10-21 പോളിസികൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. 21-22 പോളിസികൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിനെല്ലാം എല്ലാ വർക്കിനും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടാക്കി. ഏത് സ്ഥാപനത്തിനായാലും 4 പ്രധാനപ്പെട്ട കാരണങ്ങൾ ഉണ്ടാകണം. 1 കംപ്ലയൻസ്, 2 റിസ്ക് മാനേജ്മെന്റ്, 3 ഇന്റേണൽ കൺട്രോൾ, 4 ട്രാൻസ്പാരൻസി. ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഏത് ധനകാര്യ സ്ഥാപനത്തിനും കുറവ് കൂടാതെ തെറ്റുകൂടാതെ വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ 4 ഏരിയകളിലും ഞാൻ കുറച്ച് വിശദമായി സംസാരിക്കാം. CFCICI വളരെയധികം പ്രാധാന്യത കൊടുത്തിട്ടുണ്ട്. കംപ്ലയൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ
KYC എന്ന് പറയുന്നത് ഇന്ന് പല ബാങ്കുകൾ പോലും കോംപ്രമൈസ് ചെയ്ത് അവർക്ക് പെനാലിറ്റി ആക്ഷൻ വരുത്തുന്നത് നമ്മൾക്ക് കാണാനും സാധിക്കും. എന്നാൽ CFCIC ഒരു കാര്യമെടുത്തു. KYC എന്ന് പറയുന്നത് ഫസ്റ്റ് കാര്യമായി ഏതെങ്കിലും ഒരു അംഗം വന്ന് ചേരണം എങ്കിൽ KYC അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായി എടുത്തെങ്കിൽ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ അംഗത്വത്തിലേക്ക് കടക്കുകയുള്ളൂ. അപ്പോൾ ഈ കോർ ബാങ്കിങ് സൊല്യൂഷൻ അതാണ് പ്രത്യേകിച്ച് ചെയ്യുന്നത്. ഒരാളുടെ KYC പൂർണ്ണമായും അംഗീകരിച്ചതിന് ശേഷം മാത്രമേ അടുത്ത ലെവലിലേക്ക്, അത് സെൻട്രലൈസ്ഡ് പ്രോസസ്സിംഗ് സെന്ററിലാണ് KYC അപ്രൂവ് ചെയ്യുകയോ റിജക്ട് ചെയ്യുകയോ ചെയ്യുന്നത്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അംഗത്തിന് കാശ് അടയ്ക്കാൻ പറ്റുകയില്ല. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർക്ക് സർവീസസ് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ സെൻട്രൽ രജിസ്റ്റർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പറയുന്ന ഏത് കാര്യത്തിനും ഞങ്ങൾ കംപ്ലയൻസിൽ ഏറ്റവും മുന്നിലുണ്ടാവും. അത് വളരെ 0 ടോളറൻസ് ടു നോൺ കംപ്ലയൻസ് എന്നാണ് ഞങ്ങളുടെ ആപ്തവാക്യം തന്നെ. 0 ടോളറൻസ് ടു നോൺ കംപ്ലയൻസ്. അത് പലയിടത്തും ആ ഒരു ആപ്തവാക്യം ഉള്ളിടത്തോളം കാലം ഞങ്ങളും എല്ലാ പ്രൊഫഷണൽസും താഴെ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസും ആ കംപ്ലയൻസിന് വിധേയമാണ്. രണ്ടാമതുള്ളത് ഇന്റേണൽ കൺട്രോൾ. ഇന്റേണൽ കൺട്രോൾ 4 വിധത്തിലുണ്ട്. ഒന്ന് ഇന്റേണലും ഒന്ന് എക്സ്റ്റേണലുമാണ്. ഇന്റേണൽ 2 എന്ന് പറയുന്നത് ഒന്ന് വിജിലൻസ്, ഇന്റേണൽ വിജിലൻസ്. നമ്പർ 2 ഇന്റേണൽ ഓഡിറ്റ്. അതായത് നമ്മുടെ സ്ഥാപനത്തിനുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളാണ്. വിജിലൻസും ഓഡിറ്റും ഉണ്ട്. അത് നമ്മുടെ അംഗങ്ങൾ, നമ്മുടെ സ്റ്റാഫ് തന്നെയാണോ? നമ്മൾ നിയോഗിച്ചിരിക്കുന്നോ? വളരെ യുണീക്നെസ്, പ്രത്യേകത. ജോബി ജോർജ് സാറിന് വളരെ നിർബന്ധമായിരുന്നു ഈ വിജിലൻസ് ഷുഡ് ബി ഹെഡഡ് ബൈ എ റിട്ടയർഡ് പോലീസ് ഓഫീസർ. ഒരു സൂപ്രണ്ട് ഓഫ് പോലീസ് കേഡറിൽ റിട്ടയർ ചെയ്ത വളരെ പരിചയസമ്പന്നരായ ഒരു ഉദ്യോഗസ്ഥനെയാണ് നമ്മളിവിടെ ചീഫ് വിജിലൻസ് ഓഫീസറായിട്ട് വെച്ചിരിക്കുന്നത്. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് അതിവ്യക്തമായ ഓഡിറ്റ് പോളിസി പ്രകാരം എല്ലാ ബ്രാഞ്ചിലും എല്ലാ അക്കൗണ്ടുകളും അതായത് ബാങ്ക് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ ഇടപാടുകളും അവർ പീരിയോഡിക്കലായി ഓൺ സൈറ്റ് പോയോ ഓഫ് സൈറ്റിലിരുന്നോ, ഇത് കോർ ബാങ്കിങ് സൊല്യൂഷൻ ആയതുകൊണ്ട് ഇവിടെ ഇരുന്നും എല്ലാ ട്രാൻസാക്ഷനും കാണാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ടുള്ളത് റിസ്ക് മാനേജ്മെന്റ്. റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള റിസ്ക് മാനേജ്മെന്റ്, ബാങ്കിങ്ങിലുള്ള റിസ്ക് മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ബോറോവിങ്സ് ഉണ്ട്, ഗ്രൂപ്പ് ബോറോവിങ്സ് ഉണ്ട്, ജിയോഗ്രഫിക്കൽ കോൺസെൻട്രേഷൻ ഓഫ് അഡ്വാൻസസ് ഉണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നതും കൊടുക്കുന്നതും തമ്മിലുള്ള മിസ്മാച്ച്, ദാറ്റ് ഈസ് ഓൾസോ റിസ്ക്. അതൊന്നും ചിലപ്പോൾ പലരും കേട്ടിട്ടുണ്ടാവില്ല. ഇത് ലിക്വിഡിറ്റി റിസ്ക് എന്ന് പറഞ്ഞാൽ അതായത് പണം കടമെടുക്കുന്നതും വായ്പ നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഞാൻ 5% ലോൺ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് 3%-ലെങ്കിലും ഡെപ്പോസിറ്റ് എടുത്തിരിക്കണം. അപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ഉണ്ട്. കാരണം 5% കൊടുക്കുമ്പോൾ 6% ലോൺ എടുത്താൽ ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ബി എ ലോസ്. അടുത്തത് ഓരോ വർഷവും ഓരോ ദിവസവും എത്ര ഡിമാൻഡ് ജനറേറ്റ് ചെയ്യുന്നു, പണം കൊടുക്കാനുള്ളത് ഇങ്ങോട്ട് കിട്ടാനുള്ളത്, ഇത് തമ്മിൽ വളരെ തുലനം ഉണ്ടാകണം. അതിനാണ് ലിക്വിഡിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. CFCയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആദ്യം മുതലേ ഇങ്ങനെ ഒരു റെഗുലേഷൻ 2023 വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഇന്റേണലി തീരുമാനിച്ചു സെൽഫ് റെഗുലേഷൻ പ്രകാരം. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് ഈ സെൽഫ് റെഗുലേഷൻ ഇപ്പോൾ പലർക്കും അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സെൽഫ് റെഗുലേറ്ററി ബോഡിയാണ്. ഇൻവെസ്റ്റേഴ്സ് ക്ലബ്ബുകൾ സെൽഫ് റെഗുലേറ്ററി ബോഡീസാണ്. എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ഇന്റേണലി ഒരു സെൽഫ് റെഗുലേഷൻ വെച്ചു. 10-15% ഓഫ് ദി ലയബിലിറ്റി ഷുഡ് ബി കെപ്റ്റ് ആസ് ലിക്വിഡ്, SLR CRI. അത് തന്നെയാണ് ഇപ്പോൾ സെൻട്രൽ രജിസ്ട്രാർ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന 2% ക്യാഷ് റിസർവും 10%, അല്ലെങ്കിൽ ആദ്യം മുതൽ 8 കഴിഞ്ഞിട്ട് പിന്നെ അത് മുന്നോട്ട് പോകും. അത് 10% വരെ നമ്മൾ മറ്റ് റിസർവായിട്ടും വെക്കേണ്ടതായി. അതായത് ഇത് നമ്മൾ ഇന്റേണലി ചെയ്യുന്നത് കൊണ്ട് ഇക്കാര്യങ്ങൾ നമുക്ക് സെൻട്രൽ രജിസ്ട്രാറുമായി പെട്ടെന്ന് തന്നെ ഒരു പ്രയാസം ഉണ്ടായില്ല, മുന്നോട്ട് പോകാൻ കഴിയും. ഞങ്ങൾക്ക് ഒരു പ്രയാസമില്ല, നോൺ കംപ്ലയൻസേ ഇല്ല. ഞങ്ങളുടെ ബാലൻസ് ഷീറ്റിൽ റിസ്ക് മാനേജ്മെന്റ് വന്ന ഈ 4-5 തരത്തിലുള്ള റിസ്ക് മാനേജ്മെന്റ്. കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ബോറോവിംഗ് ലിമിറ്റ് ഞങ്ങൾ 1 ലക്ഷത്തിന് താഴെ അൺസെക്യൂർഡ് ലോൺ കൊടുക്കുകയുള്ളൂ. 1 ലക്ഷത്തിന് താഴെ കൊടുക്കുകയുള്ളൂ. അതായത് ഏതാണ്ട് അതെങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? ഒരു ലോൺ അനുവദിക്കുന്നതിന് ഒരു മെമ്പറുടെ
എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചാണ് ഒരു ലോൺ ഞങ്ങൾക്ക് അവരെ സംബന്ധിച്ച് KYC കംപ്ലീറ്റ് ആണ്. അവരൊരു ത്രഷോൾഡ് പീരീഡ് ഉണ്ട്. ആ സ്ഥലത്ത് താമസിക്കുന്ന 6 മാസമെങ്കിലും അവിടെ താമസിച്ചിരിക്കണം. ഒരു ഇൻകം ജനറേറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടാവണം. അവർ 70 വയസ്സിന് താഴെ ആയിരിക്കണം. പിന്നെ തന്നെയല്ല ഒരു 5 ലേഡീസിൻ്റെ കൂട്ടായ്മയ്ക്കാണ് നിങ്ങൾ കൊടുക്കുന്നത്. അവർ പ്രൊഡക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം. ഇപ്പം പശുവിനെ വളർത്താനോ ആടിനെ വളർത്താനോ അല്ലെങ്കിൽ ചെറിയൊരു പപ്പടം ഉണ്ടാക്കാനോ പിക്കിൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു ചെറിയ അഗ്രികൾച്ചറൽ ഗ്രൂപ്പായിട്ട് വ്യക്തികൾക്ക് മാത്രമായി നൽകില്ലേ? അത് ഈ 5 പേർക്കും വ്യക്തികളൊക്കെയാണ് കൊടുക്കുന്നത്. പക്ഷേ ആ ഗ്രൂപ്പ് ഡൈനാമിക്സ് വേണം. അവരുടെ കപ്പാസിറ്റി നോക്കി ആദ്യം ചെറിയ എമൗണ്ട് കൊടുത്ത് അങ്ങനെ വളർത്തിയെടുത്തിട്ട് 80,000 വരെ ഇപ്പോൾ ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ. അതിന് മേളിൽ കൊടുത്തിട്ടില്ല. അല്ല, അങ്ങനെ അതിനപ്പുറത്തേക്ക് കൊടുക്കാൻ നമുക്ക് അവകാശമുണ്ടോ? അവകാശമുണ്ട്. പക്ഷേ ഞങ്ങൾ ഇന്റേണൽ കൺട്രോളിന് വേണ്ടി റിസ്ക് മാനേജ്മെന്റ് നമ്മുടെ സ്ഥാപനം അത് നിശ്ചയിച്ചിരിക്കുന്നു. 80,000 രൂപയ്ക്ക് അപ്പുറത്തേക്ക് കൊടുക്കത്തില്ല. അടുത്ത ഇതെന്ന് പറയുന്നത് ട്രാൻസ്പെറൻസി. ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് വളരെയധികം ഡിസ്ക്ലോസേഴ്സ് എത്ര കണ്ട് ബാലൻസ് ഷീറ്റ് കൊടുക്കാമോ. എല്ലാ വർഷവും ഞങ്ങൾ ബാലൻസ് ഷീറ്റ് കൃത്യമായി ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ഞങ്ങൾ കൊടുക്കും. സാർ, നമുക്കൊന്ന് അല്പം നടന്ന് സംസാരിച്ചാലോ? സാർ, നമ്മൾ പറഞ്ഞു വെക്കുന്നത് ട്രാൻസ്പെറൻസിയെ കുറിച്ചാണ് അല്ലേ? സുതാര്യത. ഇപ്പോൾ നമുക്കറിയാം, സാധാരണഗതിയിൽ ഒരു സ്ഥാപനത്തിനോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് പോലും ഒരു ട്രാൻസ്പെറൻസി വേണം എന്ന് പറയാം. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ധനകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച് അതില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതൊരു ക്രെഡിബിലിറ്റിയുടെ പ്രശ്നം കൂടിയാണ്. അതെങ്ങനെയാണ് ഈ സ്ഥാപനം? CFCIയെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് അത് ഒരാൾ ജോയിൻ ചെയ്യുമ്പം മുതൽ അദ്ദേഹത്തിൻ്റെ ട്രാൻസാക്ഷൻസ് മുഴുവനും സുതാര്യതയോടു കൂടിയാണ് ചെയ്യുന്നത്. തന്നെയുമല്ല, ഇതിൻ്റെ ഓവറോൾ വർക്കിംഗ് എന്ന് പറയുന്നത് മുഴുവൻ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വിത്ത് ഇനഫ് ഡിസ്ക്ലോഷേഴ്സ് ബാലൻസ് ഷീറ്റിൽ ഞങ്ങൾ പബ്ലിഷ് ചെയ്യാറുണ്ട്. ഡയറക്ടർ ബോർഡിൻ്റെ റിപ്പോർട്ടായെങ്കിലും ഓഡിറ്റേഴ്സ് റിപ്പോർട്ടായെങ്കിലും മറ്റുള്ള ഡിസ്ക്ലോഷേഴ്സ് ആണെങ്കിലും ഏതാണ്ട് ഒരു ബാങ്കിങ് സ്ഥാപനത്തിന്റെ അതേ ലെവലിലേക്ക് വരത്തക്കുള്ള ഡിസ്ക്ലോഷേഴ്സ് ആണ് ഉള്ളത്. ഇൻട്രസ്റ്റ് മെമ്പേഴ്സിന് മുഴുവൻ അത് അറിയാൻ കഴിയുമോ? ഏത് മെമ്പറിന് ചോദിച്ചാലും ഞങ്ങൾ ബാലൻസ് ഷീറ്റ് അപ്ലോഡ് ചെയ്യാറുണ്ട്. നിർബന്ധമായി അപ്ലോഡ് ചെയ്തേ പറ്റുള്ളൂ. സെൻട്രൽ രജിസ്റ്റർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിന്റെ വെബ്സൈറ്റിൽ ഇത് അപ്ലോഡ് ചെയ്യുന്ന ആർക്ക് വേണേലും ആക്സസ് ചെയ്യാം. ആർക്ക് വേണേലും ആക്സസ് ചെയ്യാം, വിധേയമാക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡിപ്പോസിറ്റോ ലോണോ കൊടുക്കാവുന്നത് വോട്ടിംഗ് റൈറ്റ് ഉള്ള മെമ്പേഴ്സിന് മാത്രമേ കൊടുക്കത്തുള്ളൂ. അവർക്കേ കൊടുക്കുള്ളൂ. ബാങ്കിങ്ങിൽ നിന്ന് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ വ്യത്യാസം തന്നെ ബേസിക്കലി അതാ. ബാങ്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ജനറൽ പബ്ലിക്കിൽ നിന്ന് എടുക്കാം. ഏത് തരത്തിലുള്ള കസ്റ്റമേഴ്സ്, ലീഗൽ എൻറ്റിറ്റികൾക്കെല്ലാം അവർക്ക് അക്കൗണ്ട് തുടങ്ങാം. എന്നാൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇൻഡിവിജ്വൽസിനാണ് പ്രാധാന്യതയുള്ളത്. അവർക്ക് സംബന്ധിച്ചിടത്തോളം മെമ്പേഴ്സ് ആയെങ്കിൽ മാത്രമേ അവർക്കൊരു സർവീസ് അവൈൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിലും ലോൺ എടുക്കണമെങ്കിലും മറ്റ് സർവീസസ് ഒക്കെ എടുക്കണമെങ്കിൽ തന്നെയോ ഒരു മെമ്പർ ആവണം. കേരളത്തിലെ തന്നെ നമ്പർ 1 അല്ലേ? ഞാൻ ഇനിയും പറയാം, പ്രത്യേകതകൾ ഇനിയും ഉണ്ട്. കാരണം CFCIയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലോ വളരെ വിരളമായി കാണുന്ന ഒരു കാര്യമാണ് റേറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു റേറ്റിംഗ് ഏജൻസി BBB+ റേറ്റിംഗ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. BBB+ റേറ്റിംഗ് എന്ന് പറയുന്നത് അത്ര എളുപ്പം കിട്ടുന്ന കാര്യങ്ങളല്ല. നമ്മളുടെ പല വർഷങ്ങളിലെ ബാലൻസ് ഷീറ്റ് വളരെ ശ്രദ്ധയോടുകൂടി പ്രൊഫഷണലായിട്ട് വിശകലനം ചെയ്തിട്ട് അതിൻ്റെ സസ്റ്റൈനബിലിറ്റി നോക്കിയിട്ടാണ് നിങ്ങളുടെ ബോറോയിങ് പ്രോഗ്രാമിന് BBB+ റേറ്റിംഗ് തന്നു. ഇൻഫോമെറിക്സ് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി. കേരളത്തിൽ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ഉള്ളൂ. ഇന്ത്യയിൽ തന്നെ വളരെ വിരളമായിട്ടുള്ള സൊസൈറ്റികളെ അതിനുണ്ട്. ഈ മെമ്പേഴ്സിന്റെ ഷെയർ അല്ലാതെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ബോറോയിങ് സ്ഥാപനത്തിന് സാധിക്കും. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. താങ്ക് യു വിജയ്. ഐ തിങ്ക് യു ഹാവ് പുട്ട് മീ ടു ദാറ്റ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വർക്കിംഗ് ഒക്കെ കണ്ടിട്ട് ബാലൻസ് ഷീറ്റ് അനലൈസ് ചെയ്തിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന NCDC എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനമുണ്ട്. അതൊരു IAS ഉദ്യോഗസ്ഥനായിരിക്കും അതിന്റെ മാനേജിംഗ് ഡയറക്ടർ. ട്രിവാൻഡ്രത്ത് റീജിയണൽ ഓഫീസും ഉണ്ട്. എല്ലാ സ്റ്റേറ്റിലും ഓരോ റീജിയണൽ ഓഫീസുണ്ട്. അവർ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കാണ് പ്രത്യേകമായിട്ട് ധനസഹായം ചെയ്യുന്നത്. അതിന് ഞങ്ങൾക്ക് അവിടുന്ന് ആദ്യം 200 കോടി, പിന്നെ 300 കോടി, 400 കോടി, 600 കോടിയുടെ ബോറോവിങ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. 600 കോടി ഉള്ള ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും കേരളത്തിലുണ്ടെന്ന് എനിക്ക് ബോറോവിങ് പവർ. അത് തന്നെയല്ല, ഫുള്ളി ടാൻജിബിൾ സെക്യൂരിറ്റിയോടുകൂടി അല്ലതാനും ഞങ്ങളുടെ റിസീവബിൾസോട് വെച്ചിട്ടാണ്. അതിന്റെ അർത്ഥം കഴിഞ്ഞ 5 വർഷത്തെ ബാലൻസ് ഷീറ്റ് വളരെ സുതാര്യതയോടുകൂടി എഫിഷ്യന്റ് ആയിട്ടും
NBA മാനേജ്മെന്റും ബാക്കിയുള്ള എല്ലാ റെഗുലേറ്ററി ഫ്രെയിംവർക്കും ഞങ്ങൾ വന്നതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു വലിയ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിരുന്നു. 600 കോടി ലോൺ ഞങ്ങൾക്കുണ്ട്. ഇത്രയും കോടി രൂപ നമുക്ക് അനുവദിക്കുമ്പോൾ ഇപ്പോൾ ഒരു നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ച് അത് കൂടുതൽ അത് ജനങ്ങൾക്ക് വായ്പ നൽകാനും അത് ഏത് വിധത്തിലാണ് നമുക്ക് ഉപയോഗപ്പെടുത്തുക? നമ്മൾ ഡെപ്പോസിറ്റ് പോലെ തന്നെ ഇതൊരു ലയബിലിറ്റിയാണ്. ഇത് ഒരു ഡെപ്പോസിറ്റിന് പകരം നമുക്കൊരു ലോൺ എടുക്കാം. ഡെപ്പോസിറ്റിന് ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരും, ഇതിന് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെ കുറവാണ്. തന്നെയല്ല ലോങ്ങർ ടൈമിൽ കിട്ടുകയും ചെയ്യും. നമ്മുടെ റീപേയ്മെന്റ് നമ്മൾ ക്രമേണ മന്ത്ലി അടയ്ക്കുകയോ അല്ലെങ്കിൽ ഹാഫ് ഇയർലി അടയ്ക്കുകയോ അല്ലെങ്കിൽ ഇയർലി അടയ്ക്കുകയോ ചെയ്താൽ മതി. ഈ മൾട്ടി സ്റ്റേറ്റ് ഇപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മുടെ സ്ഥാപനമൊക്കെ ഇത് നമ്മൾ ഇങ്ങനെ തന്നെ നിലനിർത്താനാണോ എല്ലാ കാലത്തും ശ്രമിക്കുക? നേരത്തെ നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞു സാർ ഒരു ചെറിയൊരു സംവിധാനത്തെ ഒരു ബാങ്ക് എന്ന നിലയിലേക്ക് എത്തിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എപ്പോഴും അതിൽ തന്നെ നിലനിൽക്കാനാണോ ആഗ്രഹിക്കുക, അതോ ഒരു ബാങ്ക് എന്ന പരമമായ ഒരു ലക്ഷ്യമുണ്ടോ? അത് ഞങ്ങളുടെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അത് ബോർഡിന്റെ ഒരു അല്ലെങ്കിൽ ജനറൽ ബോഡിയുടെ ഒരു പ്രൊറോഗേറ്റീവ് ആണ്. ബോർഡിന്റെ ഒരു സജഷനോടുകൂടി ജനറൽ ബോഡി മിസ്റ്റർ ജോബി ജോർജിന് ഒരു വലിയ താല്പര്യം ഉണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇതേപോലെ ഒതുങ്ങി നിൽക്കാനായില്ല, ജിയോഗ്രഫിയൊക്കെ എക്സ്പാൻഡ് ചെയ്ത് നമുക്കൊരു റെഗുലേറ്ററി ഫ്രെയിംവർക്കിലേക്ക് വരാൻ സാധിക്കുമോ? അതായത് ഒരു സ്മോൾ ഫൈനാൻസ് ബാങ്ക് ഒരു ലൈസൻസ് കൊടുക്കുന്നത് അഭികാമ്യമായിരിക്കും എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട്. അതിലേക്ക് ഞങ്ങൾ ഇങ്ങനെ ചെറുതായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ RBIയിലേക്ക് മാറും. ഞങ്ങൾക്കൊരു പ്രയാസമില്ല, കാരണം റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഞങ്ങൾ ഓൾറെഡി ഉണ്ട്. ഞങ്ങൾക്ക് അതൊരു പ്രശ്നമേ അല്ല. ഓക്കെ സാർ, നമ്മളിപ്പം ഇനിയിപ്പോൾ നമുക്കൊരു മൈക്രോ ഫിനാൻസ് അല്ലെങ്കിൽ നമുക്ക് ഈ കേരളത്തിൽ ഈ ചെറുകിട ധനകാര്യ ഇടപാട് സ്ഥാപനങ്ങൾക്കോ ഇടപാടുകാർക്കോ പോലും ഒരു പഞ്ഞവും ഇല്ലാത്തതാണ്. ചിട്ടികളുണ്ട്, അതുപോലെ മൈക്രോ ഫിനാൻസ് ഉണ്ട്, ഈ വലിയ പലിശയ്ക്ക് പണം കട കൊടുക്കുന്നവരുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കേരളത്തിലെ നമ്മുടെ ഒരു സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഇത്തരം ഇടപാടുകളെയൊക്കെ നമുക്ക് എങ്ങനെ തരംതിരിച്ച് കാണാൻ കഴിയും? ഫിജി, നല്ലൊരു ചോദ്യമാണ്. ബാങ്കിങ് പ്രസ്ഥാനം യഥാർത്ഥത്തിൽ നാഷണലൈസ് ചെയ്തത് ഇതേപോലെയുള്ള സമൂഹത്തിന്റെ അൺറീച്ച്ഡ് ഏരിയയിലും മറ്റേ ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി, അതായത് സാമ്പത്തിക മെയിൻ ധാരയിലേക്ക് ആളുകളെ കൊണ്ടുവരിക, മാർജിനലൈസ്ഡ് ലോവർ ലെവലിലുള്ള ആൾക്കാരെ. യഥാർത്ഥത്തിൽ CFCICI ചെയ്യുന്നത് എക്സാക്ട്ലി അതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ റൂറൽ ഏരിയയിലുള്ള ലേഡീസാണ്, മറ്റ് ക്രെഡിറ്റ് ആക്സസ് ഇല്ലാത്ത, അതായത് ലോൺ കിട്ടാൻ സാധ്യതയില്ലാത്ത വളരെ പാവപ്പെട്ട ലേഡീസിനാണ്. അവർക്ക് 100 രൂപയെ ഞങ്ങൾ മെമ്പർഷിപ്പായിട്ട് വെച്ചിട്ടുള്ളൂ. സാർ ഇപ്പോൾ സംസാരിച്ചപ്പോൾ പല പ്രാവശ്യം ലേഡീസിനാണ് ഇത് കൊടുക്കുന്നത് കൂടുതൽ എന്ന് പറഞ്ഞു. ചെറിയ ലേഡീസിന്റെ കൂട്ടായ്മ അവർക്ക് വ്യക്തിഗതമായി കൊടുക്കുന്നു, പക്ഷേ കമ്പൈൻഡ് ആയിട്ട് ഒരു ആക്ടിവിറ്റി നടക്കുന്നു, അവർക്ക് തിരിച്ചടക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ചെക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. അവരെ ഒരു മുഖ്യധാരയിലേക്ക് കൂടുതൽ എത്തിക്കാനുള്ള, പാവപ്പെട്ട സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നമുക്ക് കാര്യമായി നടക്കുന്നുണ്ട്. ഫിജി, വളരെ വളരെ ആഴത്തിലുള്ള ഒരു ചോദ്യമാണത്. CFCI അതിലും വളരെ സ്റ്റെപ്പ് മുന്നോട്ട് കടന്നു പോയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തതായിട്ട് ഞാൻ പറയാം. ആദ്യം ലേഡീസിന് കൊടുക്കാൻ കാരണം റേഷൻ കാർഡ് കൊടുക്കുന്നതിന് ലേഡീസിന്റെ പേരില്ല. അതിന്റെ കാരണമുണ്ട്. റിസർച്ച് പറയുന്നത് ദേ ആർ ബെറ്റർ ഓഫ് ഇൻ റീപേയ്മെന്റ് ഓഫ്. ഇനി ഒരു സ്റ്റെപ്പ് കൂടെ CFCI എങ്ങനെ കടന്നുപോയി എന്ന് പറഞ്ഞാൽ അത് ജോബി ജോർജ് സാറിന്റെ മനസ്സിലുള്ള ഒരു വലിയ കൺസെപ്റ്റ് ആയിരുന്നു. വനിതം സ്റ്റോഴ്സ് എന്തൊക്കെയാണ് ഈ ഒരു വനിതത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വനിതത്തിൽ ഒരു സൂപ്പർ മാർക്കറ്റാണ്. സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന സൂപ്പർ കടകളാണ്. അത് എത്ര ഉണ്ട് ഇപ്പോൾ? ഞങ്ങൾക്ക് 100-ലധികം ഉണ്ട്. കേരളത്തിൽ 100-ലധികം ഉണ്ട്. അടുത്ത സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കാം. എന്തായാലും ഈ മെമ്പേഴ്സിനെ നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ തന്നെ നിശ്ചയിക്കുന്ന ഒരു പരിധിയാണോ ഈ മെമ്പേഴ്സിനെ കൂടുതലായി ആഡ് ചെയ്യുന്നതിലുള്ളത്? അതോ അതിനൊരു രജിസ്ട്രാറിന്റെ ഒരു നിബന്ധനയുണ്ടോ? രജിസ്ട്രാർ ഒരു നിബന്ധന, പക്ഷേ ആകെയുള്ള ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര ഉണ്ടാവും? ഓതറൈസ്ഡ് ക്യാപിറ്റൽ 100 അതായിരിക്കും അതിന്റെ ലിമിറ്റേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഇപ്പൊ 100 ഞങ്ങളുടേത്. എന്തായാലും സാർ എനിക്ക് കൈമാറിയ ബിസിനസ് കാർഡ് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി അങ്ങനെ വളർന്ന് വലുതാവട്ടെ. കേരളത്തിന് പുറത്തിപ്പോൾ കർണാടകയിൽ ഓപ്പറേഷൻസ് ഉണ്ട്, മറ്റു സംസ്ഥാനങ്ങളിൽ നമ്മൾ ലക്ഷ്യമിടുന്നു. കൂടുതൽ മെമ്പേഴ്സ് കേട്ട് എല്ലാവിധ ആശംസകളും അറിയിക്കുക. വളരെ നന്ദി. ഇത്രയും പല മേഖലകളിൽ, പ്രത്യേകിച്ച് ഈ ഫിനാൻസ് അല്ലെങ്കിൽ ബാങ്കിങ് മേഖലകളിലൊക്കെ ഇത്രമാത്രം പ്രാഗൽഭ്യം നേടിയ ഒരു ആളുമായി എനിക്ക് സംസാരിക്കാൻ പറ്റിയത് വലിയ ഭാഗ്യമായി. മൈ ഓണർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഫിജി തോമസ്